നല്ല പ്യൂർ ആയിട്ടുള്ള ഗീ അഥവാ നെയ്യ്, യാതൊരു പ്രിസർവേറ്റീവ്സും ചേർക്കാത്ത ശുദ്ധമായ നെയ്യ് നമുക്ക് വീട്ടിൽ തന്നെ ഉണ്ടാക്കാം. കുറെ പേർക്കൊക്കെ അറിയായിരിക്കും, എന്നാലും അറിയാത്തവർക്ക് വേണ്ടിയിട്ടാണ് ഈ വീഡിയോ. എല്ലാ ദിവസവും പാല് വാങ്ങിയിട്ടാകുമ്പോൾ നല്ലോണം തിളപ്പിച്ചിട്ട് ചൂടാറാൻ വേണ്ടിയിട്ട് മാറ്റി വെക്കും. നന്നായി തണിഞ്ഞു കഴിഞ്ഞാൽ ഇതുപോലെ പാട് കെട്ടിയിട്ടുണ്ടാവും. അതെടുത്ത് ഒരു പാത്രത്തിലേക്ക് മാറ്റിയിട്ട് ആ പാത്രം ഫ്രീസറിൽ സ്റ്റോർ ചെയ്യുക. പ്രത്യേകം ശ്രദ്ധിക്കണം, ഫ്രീസറിൽ തന്നെ വെക്കണം. ഫ്രിഡ്ജിൽ വെച്ചാൽ കേടായി പോകാനുള്ള ചാൻസ് കൂടുതലാണ്. ഏകദേശം 1.5 മാസത്തോളം എടുത്തു വെച്ചിട്ടാണ് ഇത്രയും പാട കിട്ടിയത്. ഞാൻ കാണിച്ചിട്ട് വലിയ മണ്ടത്തരാണ് നിങ്ങൾ ഈ കാണുന്നത്. ഫ്രീസറിൽ വെച്ചോണ്ട് ആ ക്രീം നല്ലപോലെ കട്ടയായിട്ടുണ്ടായിന്. ആ കുപ്പിയിൽ നിന്ന് പുറത്തെടുക്കാൻ കുറേ കഷ്ടപ്പെട്ടിനെ. അതുകൊണ്ട് നിങ്ങൾ ചെയ്യുമ്പോൾ രാവിലെ ആ നെയ്യ് ഉണ്ടാക്കുന്നെങ്കിൽ തലേന്ന് രാത്രി തന്നെ ഫ്രീസറിന് ഫ്രിഡ്ജിലേക്ക് കുപ്പി മാറ്റി വെച്ചാൽ മതി. അരമണിക്കൂറത്തെ കഷ്ടപ്പാടിനൊടുവിൽ നമുക്ക് ഇത്രയും ക്രീം കിട്ടിയിട്ടുണ്ട്. ഇനി അതിൽ നിന്ന് കുറച്ച് എടുത്തിട്ട് നല്ല തണുത്ത വെള്ളത്തിൽ മിക്സിയിലൊന്ന് അടിച്ചെടുത്താൽ ഇതുപോലെ വെണ്ണ തെളിഞ്ഞു വരും. ഇത് കുറച്ച് മെനക്കെട്ട പണിയാണെങ്കിലും ഈ ഒരു സ്റ്റേജിൽ എത്തുമ്പോൾ ഭയങ്കര സാറ്റിസ്ഫൈങ് ആണ്. ഓരോ ബാച്ചായിട്ട് അടിക്കുമ്പോൾ വെണ്ണ ഇങ്ങനെ തെളിഞ്ഞു വരുന്ന കാണാൻ നല്ല രസം. കിട്ടിയ വെണ്ണയിൽ നമുക്ക് കഴുകി എടുക്കാനുള്ളതാണ്. അതുകൊണ്ട് ഒരു പാത്രത്തിൽ വെള്ളം എടുത്തിട്ട് അതിലേക്കാണ് ഈ വെണ്ണ ഇടുന്നത്. 2-3 ബാച്ചായിട്ട് അടിച്ചു കഴിഞ്ഞപ്പോൾ തണുത്ത വെള്ളവും കഴിഞ്ഞു, മിക്സി ചൂടാവുകയും ചെയ്തു. അതുകൊണ്ടായിരിക്കണം ലാസ്റ്റത്തെ ഒരു ബാച്ച് അടിക്കുമ്പോൾ മിക്സിയിൽ എത്ര അടിച്ചിട്ടും വെണ്ണ കിട്ടുന്നുണ്ടായിട്ടില്ല. അപ്പോഴാണ് മന്തു എടുത്തിട്ട് അമ്മേന്റെ എൻട്രി. അതിന്റെ കൂടെ ഒരു ഡയലോഗും, പണ്ടെല്ലാം നിന്റെ ഈ മിക്സി ഉണ്ടായിട്ടാണ് വെണ്ണയും നെയ്യെല്ലാം എടുത്തിന്. മന്തെന്നാന്ന് അറിയാത്തവർക്ക് ആ തിരിക്കുന്ന സാധനമാണ് മന്ത്. പണ്ട് കാലത്തെല്ലാം തൈരുന്ന് വെണ്ണ വേർതിരിച്ചെടുക്കാൻ വേണ്ടിട്ട് ഉപയോഗിച്ചിരുന്ന ഒരു മരത്തിന്റെ ഉപകരണമാണ് മന്ത്. സംഭവം പൊളിയാന്ന് കേട്ടാ. ഇതാ വെണ്ണ വന്നല്ലോ. മിക്സിയിൽ അടിച്ചെടുത്ത വെണ്ണേനെക്കാട്ടിലും ഇത് കുറച്ച് ലൈറ്റ് കളർ പോലെ തോന്നിയിട്ടുണ്ടായിരുന്നു. പക്ഷെ കുറച്ച് സമയം അതിന്റെ കൂടെ ഒന്ന് ഇരുന്ന് കഴിഞ്ഞപ്പോൾ എല്ലാം സെയിം കളർ തന്നെ ആയി. ഇനി ഈ വെണ്ണയിലുള്ള ചെറിയ പുളിപ്പെല്ലാം പോകാൻ വേണ്ടിട്ട് നല്ല രീതിയിൽ കഴുകിയെടുക്കണം. ഞാനൊരു 2 വെള്ളത്തിൽ കഴുകിയെടുക്കുമ്പോൾ തന്നെ നല്ല സ്മൂത്ത് ആയിട്ടുള്ള വെണ്ണയായി. ഇനി ഇത് നേരെ ഒരു ചീനച്ചട്ടിയിൽ അടുപ്പത്തേക്ക് വെച്ചിട്ട് ഡയറക്റ്റ് തിളപ്പിക്കും. വെണ്ണ കഴുകിയ വെള്ളത്തിന്റെ അംശം ഉള്ളതുകൊണ്ട് ചൂടാകുമ്പോൾ പൊട്ടിത്തെറിക്കാൻ ചാൻസ് ഉണ്ട്. അതുകൊണ്ട് കുറച്ച് ഡിസ്റ്റൻസ് കീപ്പ് ചെയ്ത് നിൽക്കുക. ഇതിങ്ങനെ തിളക്കുമ്പോൾ നമ്മൾ വിചാരിക്കും ആയിന്ന്, പക്ഷെ ആയിട്ടില്ല. ഇതാ ഈ കാണുന്ന സ്റ്റേജിലെത്തണം. ആ പൊട്ടിത്തെറിക്കുന്നതും തിളക്കുന്നതെല്ലാം നിന്ന് കഴിഞ്ഞാൽ നമുക്ക് തീ ഓഫ്. നന്നായി ചൂടാറിയതിനു ശേഷം ഒരു കുപ്പിയിലാക്കിയതാണ്. ഇതിപ്പോ ഒരു 1/2 ലിറ്ററിന്റെ കുപ്പിയാണ്. അതിലൊരു പകുതിയിലധികം, അതായത് ഒരു 300 ഗ്രാമിന് അടുപ്പിച്ചെല്ലാം കിട്ടിയിട്ടുണ്ട്. ഇനി ഇതൊന്ന് ഈ കളറിൽ ഇരിക്കുന്നത് നോക്കണ്ട, എഡിങ് അനക്കാണ്ട് കൊണ്ടച്ചോ. പിറ്റേ ദിവസം എടുത്ത് നോക്കുമ്പോഴത്തേക്ക് നല്ല ശുദ്ധമായ നെയ്യിന്റെ കളറിൽ കിട്ടും. ആ അടപ്പ് തുറന്നപ്പാട് ഒരു മണമുണ്ട്. എന്റെ അമ്മോ, പീടിയെന്നൊന്നും വാങ്ങിക്കുന്നത് ഒന്നും അല്ലാന്ന് ഒറ്റ ഒരു പ്രാവശ്യം ഇതുപോലെ നെയ്യ് ഉണ്ടാക്കിയാൽ മനസ്സിലാവും. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം. അടുത്ത വീഡിയോ കാണാം. ബൈ.